എങ്ങനെയാണ് ജനമേജയനെ ഈ സർപ്പസത്രത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് വാസുകി പറഞ്ഞപ്പോൾ, കൺക്ലൂഡിങ് സ്പീച്ചായിട്ട് പറഞ്ഞപ്പോൾ, അവിടെ ഏലാപുത്രൻ എന്ന് പറഞ്ഞിട്ടൊരു പാമ്പുണ്ടായിരുന്നു. ഏലാപുത്രൻ എന്ന പാമ്പ് വരട്ടെ എനിക്കൊരു അഭിപ്രായമുണ്ട്. ഏലാപുത്രൻ പറയൂ. ഏലാപുത്രൻ പറഞ്ഞത്, നമ്മുടെ അമ്മ സർപ്പങ്ങളെ ശപിക്കുമ്പോൾ, അതായത് നമ്മളൊക്കെ ജനമേജയൻ നടത്തുന്ന സർപ്പസത്രത്തിൽ വീണ് വെന്ത് വെണ്ണീറാകട്ടെ എന്ന് നമ്മുടെ അമ്മ ശപിക്കുമ്പോൾ ഞാൻ അമ്മയുടെ മടിയിൽ ഒരു കുഞ്ഞായിട്ട് ചുരുണ്ടിരിക്കണ്ടായിരുന്നു. ഈ ശാപം ബ്രഹ്മാവും ദേവകളും കേട്ടു. ബ്രഹ്മാവ് ഇത് തടഞ്ഞില്ല. അപ്പൊ ദേവകള് ബ്രഹ്മാവിനോട് ചോദിച്ചു, ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അമ്മയുടെ മടിയിൽ ഇരുന്നിട്ട്. ഏലാപുത്രം എന്ന പാമ്പ് അമ്മയുടെ മടിയിൽ ഇരുന്നിട്ട് കേൾക്കണ കാര്യങ്ങൾ ഏലാപുത്രം വലുതായിട്ട് പറയണം. വലുതായിട്ട് പറയാ അദ്ദേഹത്തിന് പ്രായപൂർത്തിയായിപ്പോ. എന്താ കേട്ടെ? ബ്രഹ്മാവ് എന്താ സർപ്പസത്രം തടയാഞ്ഞെന്ന് ചോദിച്ചു ദേവന്മാര്. അതെ, ദുഷ്ടന്മാരായ കുറെ പാമ്പുകളുണ്ട്, അവറ്റ വീണ് ചാവണം. അപ്പൊ ഈ സർപ്പസത്രം എങ്ങനെ അവസാനിക്കും? നല്ല പാമ്പുകൾ രക്ഷപ്പെടണല്ലോ. ശരിക്കും യജ്ഞം നടന്ന എല്ലാ പാമ്പുകളും ചാവും. പാമ്പുകളുടെ ഉന്മൂലന സിദ്ധാന്തം, ഉന്മൂലനാശം സംഭവിക്കും. അങ്ങനെ വരില്ല. ഹേയ്, ഈ സർപ്പസത്രം മുടങ്ങും, നിർത്തിക്കും. ആര് നിർത്തിക്കും? ജരൽക്കാരു എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി ഉണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ഈ സർപ്പസത്രം നിർത്തിക്കും. അപ്പൊ ദേവകൾ ചോദിച്ചു, ജരൽക്കാരു മഹർഷിയല്ല, അദ്ദേഹം അൺമാരീഡ് ബാച്ചിലർ, ക്രോണിക് ബാച്ചിലർ ആണ്. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ആരിൽ മകനുണ്ടാവും? ജരൽക്കാരുവിൽ മകനുണ്ടാവും. ജരൽക്കാരു, അതെ, ജരൽക്കാരു എന്ന് പറയുന്ന പുരുഷനായ മുനിക്ക് ജരൽക്കാരു എന്ന് പറഞ്ഞ സ്ത്രീയിൽ ഒരു മകനുണ്ടാവും.